ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശില്പ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓർക്കുമായിരിക്കുമല്ലോ, ഇവളെന്നെ രാവിലെ വന്നതിന് ഇന്ന് നേരത്തെ രാവിലത്തെ വീഡിയോ എടുക്കാം. അല്ലേട്ടൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആയോ, രാവിലെ തന്നെ ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കും അല്ലേ. സമയം എന്താ കാണാവോ, 6:35. അല്ലേണ് ഒരു 7 മണി, ഒരു 7:30 ആകുമ്പം പോകണം. അപ്പം പിന്നെ ഞാനോർത്ത് തന്നെ അങ്ങനെ അതങ്ങ് കാണിക്കാമല്ലോ എന്നോർത്തു. ചോറെടുത്തു, കറി ചെറുപയർ ചുമ്മാ ഇങ്ങനെ ഒലത്തിയത്, മുളക് പൊടി മാത്രം ഇട്ട്. പിന്നെ അതിന് കറിതാ കാണാമോ, ഇതുണ്ടല്ലോ, ഞാൻ ചിക്കൻ പാർട്സ് മേടിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ, ആ പാർട്സിൻ്റെ കൂട്ടത്തിൽ അതൊരിച്ചിരി പീസ് കഷ്ണം എന്ന് പറയാൻ പറ്റും, നമ്മുടെ കോഴിയുടെ കഴുത്തിൻ്റെ പീസും പിന്നെ ആ ചിറകിൻ്റെ ഇച്ചിരി മാംസമൊക്കെ ഉണ്ട്. അത് ഞാൻ വറുത്ത് ഇങ്ങനെ വെച്ചു. അധികം ചാറൊന്നും ഇല്ലാത്ത രീതിയിൽ അതങ്ങനെ അങ്ങ് വെച്ചു. ഇതാകുമ്പോഴേ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ എന്ന് പറയും. ചപ്പാത്തിക്ക് ഒഴിച്ച് വെച്ചേക്കുക. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും കറിയാവുമല്ലോ. പിള്ളേർക്കപ്പം വേറെ സ്പെഷ്യലായിട്ട് വേണ്ടേം താനും. അതുകൊണ്ടാണ് നാരങ്ങാച്ചാർ ഒരെണ്ണം വെച്ചു. പിന്നെ പപ്പടം ഞാൻ ഇങ്ങനെയുള്ള ഇതിലാണ് കൊടുത്തു വിടുന്നത്. അത് ഇങ്ങനെ പൊടിച്ചു കൊടുത്തു വിടും. കവറിനകത്ത് ഇട്ട് കൊടുത്ത് വിട്ടാലും അത് ഇതായി പോകത്തില്ലേ. അതുകൊണ്ട് പപ്പടം, പിന്നെ ഞാൻ ഇന്നലെ കടയിൽ നിന്ന് സംഭാരം മേടിച്ചായിരുന്നു. 2-3 മേടിച്ചപ്പം ഇതിൻ്റെ ഒരു ബാക്കിയുണ്ട്. ഇതും കൂടെ ഒരു കുപ്പിയിലൊഴിച്ച് കൊടുത്തു വിടണം. പിന്നെ എന്നാ, ഇത് എൻ്റെ സുന്ദരന്മാർക്കുള്ളതാണ്. ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേണേൽ ചിലപ്പോൾ ഇത് കഴിക്കും, ഇല്ലെങ്കിൽ ഇതാ അവന്മാർക്കിത് ഈ ചെറുപയർ ഇഷ്ടമാണ്. ഞാനപ്പോൾ ആ ചെറുപയർ പുഴുങ്ങാൻ ഇത് ഉലത്താനായിട്ട് എടുത്ത കൂട്ടത്തിൽ അവർക്ക് രണ്ടും കഴിക്കാനുള്ളതും കൂടിയുണ്ട്. ഇത്രയും കൂടിയുണ്ട്, മിച്ചം ഇത്രയും കൂടിയുണ്ട്. ചിലപ്പോൾ ഇത് കഴിക്കും, ചെറുപയർ കണ്ട അത് കഴിക്കുന്നത്. പഞ്ചസാര ഇട്ട് അതങ്ങ് കഴിച്ചോളൂ. ചൂടാപാത്രം. അപ്പോൾ ഇതാണ് അല്ലേണ്ട ലഞ്ച് ബോക്സ്. ചെറുപയർ അലത്തിയത്, ചിക്കൻ്റെ കുറച്ച് ഇത് ചാറൊന്നുമില്ലാതെ വെച്ചത്, ഒരു നാരങ്ങാച്ചാറ്, പിന്നെന്നാ പപ്പടം. അപ്പോൾ ഇനി ബാക്കി പരിപാടി നോക്കട്ടെ. ചപ്പാത്തി ഉണ്ടാക്കണം, പിള്ളേരെ സ്കൂളിൽ വിടണം. ബൈ.